എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പേരിൽ നമ്മൾ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർടേക്കർ. അതിൻ്റെ സംവിധായകൻ വിനീത് കുമാർ, അതിൻ്റെ റൈറ്റർ രാജേഷ് രാഘവൻ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ, നമ്മുടെ സന്തത സഹചാരി ഡയറക്ടറും വലിയ നടനുമായ ജോണി ആൻ്റണി. നമ്മൾ ഈ സിനിമയിൽ ഇതൊരു 100% ഫാമിലി എൻ്റർടൈനർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കിയുള്ള നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഇതിൽ മറ്റൊരുപാട് താരങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അന്യഭാഷയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നായികയായി തുടങ്ങി ഇന്ന് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധിക ശരത്കുമാർ. ഇപ്പോൾ ഇലക്ഷനും രാധിക ചേച്ചി കാൻഡിഡേറ്റ് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് പ്രൊമോഷൻ ഒന്നും വരാതിരുന്നത്. ഞാനും രാധിക ചേച്ചിയും ഇതിനു മുമ്പ് രാമലീല എന്ന് പറഞ്ഞ സിനിമയിലാണ് അമ്മയും മകനുമായിട്ട് അഭിനയിച്ചത്. അതിനുശേഷം ഇതിൽ വളരെ ശക്തമായിട്ടുള്ള SI മറിയാമ്മ എന്ന വേഷം ചെയ്യുന്നത് രാധിക ചേച്ചിയാണ്. അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ 5 പുതിയ നായികമാരുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത ദിവസം ഏപ്രിൽ 26 സിനിമ റിലീസാവാൻ പോവുകയാണ്. ആ സിനിമയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. പിന്നെ ഇനി ചോദിക്കാനുള്ളത്, അതോ ഇവരൊക്കെ സംസാരിച്ചിട്ട് മതിയോ? തീർച്ചയായിട്ടും. കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ. അപ്പൊ ആ രീതിയിൽ ഉള്ള സിനിമ തന്നെയായിരിക്കും പവി കെയർടേക്കർ. അപ്പം അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പവി. നിങ്ങളെ ചിരിപ്പിക്കും. ചിലപ്പോൾ എനിക്കത് കറക്റ്റ് അറിയില്ല, അയാൾ ഫീൽ ചെയ്യിപ്പിച്ചേക്കാം. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് പറയില്ല. നിങ്ങളെൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്ര. റീഇൻവെൻഷൻ ഒന്നുമില്ല. നമ്മുടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ്. ഞാനിപ്പോഴും പറയാറില്ല, എൻ്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ്. ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും, ചിലത് അടിക്കൂല, ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുള്ളൂ. എല്ലാം ശ്രമങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിൽ പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ. അയാൾ ജീവിതത്തിൽ അയാളുടേതായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി. അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു. അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നരയൊക്കെ ഇട്ടിട്ടാണോ എന്ന് ചോദിച്ചു. അത് അങ്ങനെയല്ല, പക്ഷെ ഈ ദിലീപേട്ടൻ തന്നെയാണ്, പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ ഞങ്ങൾ കട്ട് ചെയ്ത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് പ്രായമില്ലെന്നെല്ലാം പറഞ്ഞു തന്നെ, അതല്ല. എന്നാൽ അയാൾ അതിനെക്കുറിച്ചൊരു ബോധേടല്ല. അങ്ങനെയുള്ള ഒരാള്, അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ, അയാൾക്കൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരു യങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ യങ്ങായി പോകും. നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും. കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ, ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, സരസത കൂടുക, ഇതൊക്കെ മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതൊക്കെ ഈ പവിത്രനെ
നമുക്കറിയാം നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ? അല്ലെങ്കിൽ റൊമാൻസ് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കലാവുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിലെത്തും. ചിരി കണ്ടാ അറിയാം റൊമാൻറ്റിക് ആണ്. അതെ, അങ്ങനെയല്ല. നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി, വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാണ്. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴേ ഞാൻ വിനീത് ഞാനൊരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും. CID മ്യൂസിയത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ലാറ്റിലെടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക. അത് മനഃപൂർവ്വം സംസാരിച്ച് കുറെ കാലമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത്. ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് അന്നേരം തുടങ്ങിയതല്ലല്ലോ എന്നെ. ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത്. അല്ല, ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ, എൻ്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്ന് അന്നേരം എല്ലാം കാണുന്നത്. ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യാം. നമ്മള് സിനിമയാണ് എൻ്റെ ലോകം. സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ രണ്ടുകൂടെ അല്ലേ? ഞാൻ ആരാണെന്നോ? പക്ഷെ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ. എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാർ മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ നമ്മുടെ ഫാൻസ് ഈ ജനങ്ങളും തമ്മിൽ ഒരു ഊർജ്ജമല്ലേ സ്റ്റിൽ ഇവിടെ നിർത്തുന്നത്. അതെ, 100%. അപ്പൊ ഈ ഒരു പവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മാധവൻ, ഉണ്ണി, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാടുള്ളതാണ്. ഈ പവിയും അതുപോലെ നമ്മുടെ ഉള്ളിൽ കയറും. അത് കയറുന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്. ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഈ പവിത്ര എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലയിൽ കൂടിയാന്നുള്ളതാണ്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളെ കൂടി സരസത കൂടി ആണ് ഈ സിനിമ പറയുന്നത്. ദിലീപ് എന്ന നടനിൽ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വിജയവും പരാജയവും ദിലീപ് ഹാൻഡിൽ ചെയ്യുന്നത് എത്ര ദിവസം ആയിട്ടുണ്ട്? വിജയത്തിനും പരാജയത്തിനും വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന രീതി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ്. നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞത് തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോ കഴിഞ്ഞ കുറെ ഹിറ്റുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ 1-2 സിനിമ മോശമായി എന്ന് പറഞ്ഞാൽ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ. കാരണം ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ എത്തിയിരിക്കുന്നത്. അത് എൻ്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല, പല പല ടൈപ്പ് സിനിമകൾ, പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ്. അതിൽ ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല.
ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. പരാജയവും വിജയവും ഇതിന്റെ ഒക്കെ ഭാഗമായി പോകുന്നു. പിന്നെ ഒരു പടം വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ പാവം അതിന്റെ പ്രൊഡ്യൂസർ എത്രയും നമുക്ക് ചിലപ്പോൾ അടുത്ത സിനിമയിൽ അത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സിനാണ്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞിടാം.